ലാംഗ്വേജ് പഠിക്കാതെ IELTS ഇല്ലാതെ 11 ലക്ഷം രൂപ ബ്ലോക്ക് അക്കൗണ്ട് ഇല്ലാതെ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വരാം. സൗസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയോജനം എന്തൊക്കെയാണെന്ന് അറിയാവോ? 1, ഫ്ലൈറ്റ് കമ്പനിക്കാർക്ക് 2 ടിക്കറ്റ് കിട്ടുമോ? 2, നിങ്ങൾ വരുന്ന ഏജൻസിക്കാർക്ക് ഇപ്പോഴത്തെ വണ്ടി മാറ്റി ഒരു ബെൻസോ BMW ആക്കാൻ പറ്റും. 3, അവിടെയുള്ള ജോലിക്കാർക്ക് കുറച്ചുകൂടെ സാലറി കൂട്ടി കിട്ടും. 4, ജർമ്മൻ എക്കണോമിയിലോട്ട് കുറച്ച് പൈസ കിട്ടും. നിങ്ങളുടെ റേഡിയോ ബില്ല്, ഇന്റർനെറ്റ്, പിന്നെ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുന്നതിന്റെ ടാക്സ്, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടി. 5, നിങ്ങൾക്ക് യൂറോപ്പ് മൊത്തം 1 വർഷം കൊണ്ട് മൊത്തത്തോടെ കറങ്ങി കാണാം. പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിക്കലും നിങ്ങൾക്കും കിട്ടും. എന്ത്? ഡിപ്രഷൻ. ഇതൊരു റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ TUയിൽ പഠിച്ച് IELTSഉം ജർമ്മനും വർക്ക് സ്റ്റുഡൻറ്റ് ഇന്റേൺഷിപ്പും കഴിഞ്ഞ പിള്ളേർക്ക് പോലും ജോബ് കിട്ടുന്നില്ല. അത്ര എക്കണോമി താഴ്ന്നു കിടക്കും. ഇതൊന്നും ഒരു 1 ഇയർ കൊണ്ട് കയറി വരാനായിട്ട് പോകുന്നില്ല. ഇവിടുത്തെ സ്കിൽസ് എന്താണ് വേണ്ടത്? ലാംഗ്വേജ് ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കി മാത്രം വരിക. അല്ലാതെ ഏജൻസിയിൽ ഇരിക്കുന്ന സുന്ദരിയായ ചേച്ചി പറഞ്ഞു മോനെ ഇവിടെ വന്നാൽ ജോബ് കിട്ടുമോ, ഇത് IELTS വേണ്ട ജർമ്മൻ വേണ്ട എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല റിയാലിറ്റി. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വരാനിരിക്കുന്നവരാണ്. ഫസ്റ്റ് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾ ജർമ്മൻ പഠിക്കുക. നിങ്ങൾ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ജോബ് കിട്ടിയോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സ്കിൽസാണ് വേണ്ടതെന്നുള്ളത് LinkedIn വഴി നിങ്ങൾ അവരെ കണ്ടുപിടിച്ച് നിങ്ങൾ അവരായിട്ട് ചാറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ജർമ്മനി കയറി വരാനായിട്ട് നോക്കുക. നിങ്ങൾ എന്ന് ജർമ്മനി വരുന്നു എന്നുള്ളതല്ലേ, നിങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതിലാണ് കാര്യം. 100 പേര് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേരിൽ നിങ്ങളുടെ റെസ്യൂം വരും എന്നുള്ളപ്പോൾ മാത്രമേ ജർമ്മനി വരാവുള്ളൂ ഇപ്പോഴത്തെ ഒരു എക്കണോമി അനുസരിച്ച്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ 20 hours നിങ്ങൾ പാർട്ട് ടൈം ആവും. പിന്നെ നിങ്ങൾക്ക് ജോബ് നോക്കാനായിട്ട് ഈ 1 ഇയർ തന്നെ വേണം. പിന്നെ നിങ്ങൾക്ക് സ്കിൽസ് ഇല്ലാതെ ജോബ് നോക്കിയിട്ടും ലാംഗ്വേജ് ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയിട്ടും യാതൊരുവിധ കാര്യമില്ല. പിന്നെ ലാംഗ്വേജ് നാട്ടിൽ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കുറവ്. ഇവിടെ ഒരു മൊഡ്യൂളിന് തന്നെ കൊടുക്കേണ്ട റേറ്റ് നമുക്ക് നാട്ടിൽ 4 മൊഡ്യൂളും പഠിച്ചിട്ട് വരാൻ പറ്റും. പക്ഷേ 4 ലെവലും A1 A2 B1 B2 വരെ 4 ലെവലും നമുക്ക് പഠിച്ചിട്ട് വരാൻ പറ്റും. ഇതൊന്നും അറിയാതെ ശ്രദ്ധിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഉള്ള കടപ്പാടം കൊണ്ട് വല്ല കൊള്ളപ്പലിശക്കാർക്കും പണയം വെച്ച് 10 ലക്ഷം രൂപ കടം എടുത്ത് വെച്ച് ഇവിടെ വന്നിട്ട് അവസാനം അയ്യോ ചേച്ചി അയ്യോ ചേട്ടാ എൻ്റെ അവസ്ഥ മോശമാണ് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനും ഒരു ചേച്ചിക്കും അല്ലെങ്കിൽ കൊണ്ടുവന്നാക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനവൻ ചെയ്യേണ്ടത് അവനവൻ തന്നെ ചെയ്യാം. പിന്നെ ജർമ്മനിക്കണം.